ഇവിടെ ഞാൻ പറഞ്ഞത് ആദ്യം മുകളിൽ താഴെ തട്ടിൽ നിന്ന് കുറേശ്ശെയായിട്ട് MLA-മാർ ഉയർന്നു വരണം, അത് കഴിഞ്ഞ് പാർലമെന്റ് മെമ്പറാക്കണം, അതുകൊണ്ട് മന്ത്രിയാക്കണം, അത് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി ആവൂലെന്നൊന്നും ഇപ്പം ആരും പറയുന്നില്ല. മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യത ഒക്കെ കേരളത്തിലുണ്ട്. പക്ഷേ ഈ സമൂഹം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ മേധാവിത്വം നിറഞ്ഞ മനസ്സാണ്. അത് ഈ മേധാവിത്വം ഉണ്ടല്ലോ, പുരുഷ മേധാവിത്വം, നിങ്ങളെ വീട്ടിനകത്ത് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമീപനമുണ്ട്. ഈ പുരുഷ മേധാവിത്വപരമായിട്ടുള്ള സമീപനം നിലനിൽക്കുന്നിടത്തോളം സ്ത്രീക്ക് ഈ 50% കിട്ടാൻ ബുദ്ധിമുട്ടാണ്. 50% ആദ്യം കൊടുക്കാൻ നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും, ഞാനും ബിന്ദു കൃഷ്ണയും ഞങ്ങൾ പാർട്ടിയിൽ പൊരുതുന്നുണ്ട്. ഞങ്ങൾ നിവേദിയും പൊരുതുന്നുണ്ടാവും, ഞങ്ങൾ പൊരുതുന്നുണ്ട്. ഞങ്ങളെ രണ്ടാളെ കുറിച്ച് പറയുന്നത് ഞങ്ങള് പബ്ലിക്കായിട്ട് പറയുന്നതിന് പകരം ഉള്ളില് ശരിക്കും കോഴി കൊത്തുന്നത് പോലെ കൊത്തുന്നുണ്ട്. പക്ഷെ ചിലപ്പോ നമുക്ക് അതേ സമയത്ത് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ അല്ല എന്നാ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇത് പാസ്സാക്കിയത് നല്ലത് അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പാസ്സാക്കിയത് പ്രിയപ്പെട്ട നിവേദിത, പാസ്സാക്കിയത് നല്ലത്. പക്ഷെ കിട്ടുന്നില്ലല്ലോ. ഭക്ഷണം അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്, പക്ഷെ കഴിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. ഭക്ഷണം നല്ല സദ്യ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ അവസാനം കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. പ്രകടന പത്രിക അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ 5 കൊല്ലവും മാർച്ച് 8-ന് ഈ പ്രമേയം പാസ്സാക്കിയപ്പോ എന്തെങ്കിലും ഒരു ഉത്തരം നിങ്ങൾ തരണം ബഹുമാനപ്പെട്ട മന്ത്രിമാർ, വനിതാ മന്ത്രിമാർ തന്നില്ല. പിന്നെയും 2ാം വട്ടം വന്നു. ഈ 10ാമത്തെ വർഷം സമയത്ത് എത്തി നിൽക്കണോ? വേണ്ടല്ലോ. ചെയ്യാമായിരുന്നില്ലേ? രാജ്യസഭയില് പാസ്സാക്കി എടുക്കാൻ മതിയായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ പറഞ്ഞിരുന്നു. കോൺഗ്രസും പറഞ്ഞിരുന്നു, CPM-ഉം പറഞ്ഞിരുന്നു, മറ്റു രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ്. ഇത്രയും കാലം ഭരിച്ചിട്ടുള്ള, കേരളത്തിൽ വരെ ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടി പറയുന്നത് മാത്രമാണ് തർക്കം. ഇപ്പോഴും ഞാൻ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ സഹോദരിമാർക്ക് നിയമസഭക്കകത്ത് ഒരു 33% റിസർവേഷൻ ആദ്യം വരട്ടെ. അവിടെ മുഖ്യമന്ത്രി ഉണ്ടാവും, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് നിയമസഭക്കകത്ത് നിയമനിർമ്മാണ വേദികളിൽ, തീരുമാനമെടുക്കുന്ന വേദികളിൽ ഒരു 33.3% എങ്കിലും ആദ്യമായിട്ട് അവർ വരട്ടെ, കാണാം നിങ്ങൾക്ക്. അപ്പോ മുഖ്യമന്ത്രി ഉണ്ടാവും, അതിന്റെ അപ്പുറത്തെ ടീച്ചർ